ഹേ ഗൈസ്, ഇന്ന് ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് 24 hours ഞാൻ എന്റെ നോൺ ഡോമിനന്റ് ഹാൻഡ് മാത്രമേ ഉപയോഗിക്കൂ, അതായത് ലെഫ്റ്റ് ഹാൻഡ്. ഇത് വെച്ച് എനിക്ക് നോർമൽ ഡേ ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഓക്കേ ഗൈസ്, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് അപ്പോ വളരെയാണ്. ഞാൻ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ സ്പൂൺ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇടത് ചോദിച്ച് ഹാർഡാണ് എന്തൊക്കെ പറഞ്ഞു കട്ടായി വരാനില്ല. കട്ടായി നൈസായിട്ടുണ്ട്. പക്ഷെ ഇടതൈ കൊണ്ട് കട്ട് ചെയ്യുന്നത് മാത്രമേ വിഷയമുള്ളൂ. കണ്ടില്ലേ, ഞാൻ നല്ല ഹാർഡായിട്ട് ട്രൈ ചെയ്താൽ മാത്രമേ ഇത് കട്ടായിരിക്കും. ഫസ്റ്റ് ആക്ടിവിറ്റി തന്നെ നമ്മൾ ഫുഡ് കഴിക്കണ തന്നെ കടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് ചമ്മന്തിയിൽ മുക്കിയിട്ട് ഒക്കെ അടിപൊളിയായി. ഈ കറി മുക്കി എടുക്കുന്നതിന് പാടാ, അല്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ നല്ല ചൂട് ചായ അടിപൊളി. ഫസ്റ്റ് ടൈം നമ്മൾ കട്ടി കഴിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും. പിന്നെ നമ്മൾ 1-2 ബൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഞാനത് കഴിച്ച് വന്നിട്ട് ആ ടൈം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലുള്ളൂ. ഗൈസ്, ഒരു ഡേയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ ഫോൺ. ഇത് ഇടത്തേക്കാണ് ഉപയോഗിക്കുന്നത്. സ്ക്രോളിംഗ് യൂസേജ് അല്ല, അതായത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ആപ്സ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, യൂട്യൂബ് മെയിനായിട്ട് ഒരുവിധപ്പെട്ട എല്ലാവരും ഉപയോഗിക്കും. എനിക്കിപ്പോൾ ഒരു ഐഡിയ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇലോൺ മസ്കിന് മിസ്റ്റർ ബീസ്റ്റിന് ഓരോരോ മെസ്സേജ് അയച്ചാൽ ഒരു ഐഫോൺ കിട്ടിയാൽ എനിക്ക് വരുന്ന ഈ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്റെ ബർത്ത്ഡേ ആണ് ഈ വീക്കിൽ. ഇലോൺ മസ്കിന് നമുക്ക് ഫസ്റ്റ് അയക്കാം. അത് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഒരു ഐഫോൺ കിട്ടണമെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പൊ അവർ മെസ്സേജ് സീൻ ചെയ്താൽ തന്നെ വലിയ ഭാഗ്യം. മിസ്റ്റർ ബീസ്റ്റിന് ഓൾറെഡി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഗൈസ്, ഇതുവരെ ഒരു റിപ്ലൈ വന്നിട്ടില്ല. ഫോൺ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഉപയോഗിക്കണോണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ കുറെ നേരം ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഇവിടെ വേദന വരും, അല്ലാതെ വേറെ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നു. ഓൺലി നോട്ട് എ ബിഗ് ടാസ്ക്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം, വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് ഗെയിം കളിക്കുന്നതാണോ? ഞാൻ ആകെ ഒരേ ഒരു ഗെയിമാണ് മെയിൻ ആയിട്ട് കളിക്കുന്നത്, അത് ക്യാരം ബോർഡാണ്. നമുക്ക് അത് നോക്കാം. ലോഡിംഗ് ആയിട്ട് വരുന്നേ ഉള്ളേ. ഇതിനടിച്ച് ഇതിലിടാൻ പറ്റും. കൈ ഉറയ്ക്കണുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ. അയ്യോ വീഴോ അയ്യോ പോയി. അതുപോലെ എന്റെ കൈ ഞാൻ ഇപ്പൊ വ്ളോഗ് ചെയ്യുന്ന പോലെ എന്റെ ഇടത് കൈയിലാണ്. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എന്റെ വലത് കൈ. ഇടത് കൈ വെച്ചാണ് വ്ളോഗ് പോലെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതും വലിയ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് വേണം വീട്ടിൽ ഉണ്ണിക്കുട്ടനും ആദ്യം പഠിക്കാൻ വന്നാണോ നോക്കാം നമുക്ക്. ഒരു പാനായിട്ട് ആദ്യം വന്നില്ലല്ലേ, ഒരു സെക്കൻഡ് പരിപാടി. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ ഗാന്ധിജിയെ വരച്ച കൊള്ളാടാ, നൈസ് ആയിട്ടുണ്ട്. ഇവിടെ നിന്റെ പേരെഴുതിക്കാണ്. ഇടത് കൈ അതാണ് ചാലഞ്ച്. മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ? രണ്ടിലും എഴുതി. ഫസ്റ്റ് മലയാളത്തിൽ, നമ്മുടെ മാതൃഭാഷ മലയാളത്തിൽ. അയ്യേ എളുപ്പമുണ്ടാ ഇടത് കൈ. കൃഷ്ണൻ എന്നാണ് നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ റിയൽ നെയിം അല്ലേ? ഇതാണ് ഉണ്ണിക്കുട്ടൻ, അവന്റെ പേരെഴുതി കൃഷ്ണേന്ത്. പൊളി. ഇന്ന് എന്റെ ചലഞ്ച് എന്താണെന്ന് അറിയാമോ? ഈ ദിവസം കണ്ടുപിടിച്ചോ എന്റെ പേര് ഗായ്സ്. അപ്പൊ ഞാൻ ഇനി എന്റെ പേരൊന്ന് എഴുതി നോക്കട്ടെ, സെറ്റ് ആവാൻ നോക്കാം. ആദ്യം ഒരു ഹായ് ആണ് ഇറ. നിന്നെ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്ന് പറ്റും. ഓക്കെ ഗൈസ്, ഓൾറെഡി ഫ്രെയിം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എഴുതാം. കമോൺ. ഓക്കെ, എന്റെ പേര് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇതെങ്ങനെയുണ്ട് ഗൈസ്? വലിയ പ്രശ്നമില്ല. ഷാ കണ്ടിട്ട് ഒട്ടകം പോലെ ഇരിക്കുന്നു. ഇനി ഇംഗ്ലീഷ് നോക്കാം. ഓക്കെ, ഇംഗ്ലീഷ് കണ്ടിട്ട് എനിക്ക് എർത്തടിച്ച ഫീലാണ് തോന്നണം. ഗൈസ്, ഇതാണ് എന്റെ നോൺ ഡോമിനന്റ് ഹാൻഡ് വെച്ച് ഞാൻ എഴുതിയ മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള പേര്. എങ്ങനെയുണ്ട്? പൊളിയില്ലേ? 10 ലെറ്ററോടും ഗൈസ്. കവനിട്. ഉള്ളി, തക്കാളി, ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിൽ എടുത്ത് ഒരു കത്തി. ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ മനസ്സിലാവും. ഓൾറെഡി ഗസ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ ഒരു സലാഡ് ഉണ്ടാക്കാൻ പോയാണ്. ഇത് റൈറ്റ് ഹാൻഡ് ആണ്, ബട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡ് വെച്ചാൽ ചക്ക എന്ന് പറഞ്ഞ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കട്ട് ചെയ്യും. എങ്ങനെയായിരിക്കും അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അടുത്ത ആക്ടിവിറ്റി അതാണ്. കമോൺ ഗൈസ്. അപ്പൊ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ നമുക്ക് ഒന്ന് കഴുകണം. ഓക്കെ, നല്ലൊരു കഴുകെടുക്കും. ഇനി ഇടത് കൈയുണ്ടെങ്കിൽ വെള്ളം കൂടെ അല്ല അഴുക്കെല്ലാം നല്ല ഫ്രഷ് ആൻഡ് നീറ്റ് ആൻഡ് കാണിച്ചു വിടറ. ഉണ്ണിക്കുട്ടനാണ് നമ്മുടെ ക്യാമറാമാൻ. ഇതിൽ വെച്ച് നോക്കട്ടെ. ഫ്ലാറ്റിന്റെ കേട്ടോ പലത്തേക്ക് ഉപയോഗിച്ചും കൂട്ടല്ലേ. പിച്ചത്തി പിടിച്ചിരിക്കുന്നു. കട്ടാവില്ല. നമ്മൾ എന്ത് ട്രൈ ചെയ്താലും നടക്കും ഗൈസ് അവസാനം. സവാള ഉണ്ടാക്കി. ഓക്കെ, ഇനി ഈസി ആയിട്ട് കട്ടാകുന്നു. ഓക്കെ, വീണ്ടും സവാള പിടിച്ചു ഗൈസ്. നമ്മൾ ഇനി വിടേണ്ട ലക്ഷണമല്ല, ഇതിനെ കട്ട്. ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്കൊരു ഈർക്കിൽ വേണം. ഇത് നമുക്ക് ഈ ഇളക്കാം. ഓക്കെ, ഇതിന് നീണ്ട നേരത്തെ പറയുന്നതിന് ശേഷം നമ്മൾ സവാള കട്ട് ചെയ്ത ഈ ഒരു പോർഷനാക്കി. ഇനി നമുക്ക് ഈസി കട്ടിങ് ഉള്ള സാധനം മാത്രമേ. തക്കാളി ഇതിനെ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. സെറ്റ്. ഇനിയാണ് ഈർക്കിലിന്റെ ഉപയോഗം വരുന്നത്. കുത്തി ഇതിലോട്ട് ഇടാം. ഓക്കെ, സെറ്റ് ഗൈസ്. ഇനി ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും സംഭവങ്ങളൊക്കെ ഇടാം. ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൽ കുരുമുളക് എല്ലാ സാധനം ഇട്ട് ഇനി ഇവന്മാരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കും. ഞാനും ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഇവന്മാർ ചെയ്യും. ഇനി എന്തൊരു കണ്ണടച്ച് എന്തൊരു നറുക്കെടുക്കണേ. ഏതെങ്കിലും ഒന്ന് എറാ നോക്കി എടുത്തല്ല നീ എട്. നെല്ലയിലെ ടേസ്റ്റ് ചെയ്യാൻ വരട്ടെ. ഇതെന്തരടാ തെരയണ എന്തിന്? ഒരു പീസ് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഉണ്ണിക്കുട്ടൻ കഴിച്ച് ടേസ്റ്റ് ടെസ്റ്റ് പറ. കൊള്ളാമോ? അടിപൊളി. സെറ്റ്. അടുത്തത് ആദി. കൊള്ളാമോ? സവാള പച്ച സവാളയിൽ ഉപ്പിട്ട് എങ്ങനെ ഇരിക്കും? അതാണ് ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്.
സവാള എരി എല്ലാം കൂടെ എരിഞ്ഞു കയറണം എന്റെ പള്ളി. നീ കള്ളം പറഞ്ഞല്ലോടാ ഇല്ല എന്റെ പൊന്നു. ഇനി സവാള എരിഞ്ഞു കയറണം സവാളക്ക് രണ്ട് എടുത്താ. എന്റെ പൊന്നു. എന്തായാലും ഞാൻ ഒരു കട്ടിങ്ങിലാണ് ഫോക്കസ് കൊടുത്തത്. സവാള എരി എത്തും കൂടെ മണ്ടയ്ക്കരുത്. വീടോ പേപ്പർ എടു. ഫസ്റ്റ് ആദ്യം കൊടുക്കുക. ഇന്നിക്കൂടെ കണ്ണലിട്ട് തരികയാണോ തന്നെ. ഒരു പേപ്പർ എടുത്തോ. ഓക്കെ, ഇതിലാണ് നീ നിന്റെ കലാവിരുദ്ധ തെളിയിക്കേണ്ട. പെൻസിലുണ്ടോ? റൈറ്റ് ഹാൻഡ് അല്ല കണ്ടിട്ട് എഴുതണം. ഗൈസ്, ഇതാണ് നമ്മുടെ നാട്ടിലെ പട്ടിക്കുട്ടി. പട്ടി കുട്ടി. ഇതിന്റെ ഒരു ചേട്ടനും അനിയനൊക്കെ ഉണ്ടല്ലോ. റൈറ്റ് ഹാൻഡാണ് guys. ഇത് സമ്മതിക്കൂല. ഇതിങ്ങനെയല്ലേ ഇരിക്കാൻ ഞാൻ ചെയ്ത് കൊടുക്കത്തോട്ട്. ഇത് 10ന് 100ന് 3 1 2 3 കൊള്ളാലോ. നീ വരച്ചു വരച്ചതിനെ കോമഡി. കണ്ണാടി ചില്ല് വരയ്ക്കുന്നതാണ്. പക്ഷെ ഇത് വേറെന്തോ സംഭവമായി. ആ ബോർഡിഞ്ഞോട് റൈറ്റ് ഹാൻഡ് ചുമ്മാ ഇല്ല. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കൈ. ഭയങ്കര ശ്രദ്ധയോടെ വരയ്ക്കണം. എന്റെ അമ്മ ഇവിടെ ഒരു ഗാർഡൻ തന്നെ പണിത്. ഇതിലൊരു മരം ഞാൻ വരച്ചിട്ടുണ്ട്, കുറെ ചെടികള്. ഈ പെൻസിൽ എങ്ങനെ തരട്ടെ നിനക്ക് വരയ്ക്കാൻ? അല്ല, ഡ്രോയിങ്ങിന്റെ പെൻസിൽ ഇതാണ്. ഒരു സെറ്റ് ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാനവിടെ വരയ്ക്കാൻ. എനിക്ക് വരയ്ക്കാൻ വലിയ സംഭവങ്ങളൊന്നുമില്ല. എന്തിനാണെന്ന് തോന്നുന്നു കിട്ടോ? ആനയെ പോലെ തോന്നും. തോന്നിയ ആനയുടെ കാർട്ടൂൺ വരയ്ക്കാനാണ് ഞാൻ നോക്കിയത്. കൊമ്പ്. ഓക്കെ, സെറ്റ്. ഗൈസ്, ഇതാണ് എന്റെ ഡ്രോയിങ്. എങ്ങനെയുണ്ടോ ഉണ്ണിക്കുട്ട? പെട്ടെന്ന് വരച്ചാ ഞാൻ 2 മിനിറ്റ് പോലും എടുത്തില്ല. ആദ്യം ഇതെങ്ങനെയുണ്ടോ? പിന്നെ ആ പടം കൂടെ ഇങ്ങോട്ടാണ് നീ വരച്ച ആ വരച്ച പടം. അപ്പൊ അതായത് നമ്മുടെ 3 പേരെ ലെഫ്റ്റ് ഹാൻഡിലുള്ള പിക്ചേഴ്സ് ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്കുട്ടിന്റെ പടം എനിക്ക് ഇഷ്ടപ്പെട്ട്. ആദ്യം പടം കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ കള്ളത്തരം കാണിച്ചു. അല്ലെങ്കിൽ നോർമൽ വരച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്റെ പടം പിന്നെ ഞാൻ ഒരു ആനയെ വരച്ചു വെച്ചു. ആന എങ്ങനെ ഉണ്ടായിരുന്നോ? എന്തിനാണോ എന്തോ അവനെ എന്നെ അറിഞ്ഞൂടാ. എങ്ങനെയുണ്ട് ആനയുടെ പടം? കുറയാന്നൊക്കെ അവന്മാര് പറയണേ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് ഒരു കോറി വരച്ച് ഇട്ട ഒരു സംഭവം. വീട്ടിൽ പോയി നമുക്ക് നേരെ വീട്ടിൽ പോകാം. കൈ അവന്മാരിതാ ഇവിടെ കിടന്നതാണ്. ആദ്യം ഇവിടെ കിടന്നതാ അത്രയും ഇക്കരെ കഴിഞ്ഞു പോകുന്നത്. ഇതെന്തിനാടാ ഇവിടെ കിടന്ന് പൊടി എത്ര ഉണ്ടാകും. അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീട്ടിൽ പോരാ. ഗൈസ്, അപ്പൊ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ആക്സ് ആണ്. ആക്സ് മീൻസ് ഏണി, കോടാലി. ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ വിറവ് മുറിക്കാൻ പോകണം. ഞാൻ ഇവിടെ ഒരു പ്ലാവിന്റെ വിറവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 വെട്ടൊക്കെ വെട്ടി നോക്കി, പക്ഷേ കുഴപ്പമില്ല. ഇനി എന്തായാലും നമ്മൾ ഫസ്റ്റ് ട്രൈ എന്നോണം നമുക്കൊന്ന് വെട്ടി നോക്കാം. വെട്ടിയാക്കല്ലേ, പച്ച തടിയാണ്. നമുക്കൊരു ഉണങ്ങിയ തടി എടുക്കണം. ഉണങ്ങിയ തടി ട്രൈ ചെയ്യാം. ഇതിന്റെ പണി പാലും വെള്ളത്തിൽ. ഗൈസ്, അപ്പൊ ഇവിടുത്തെ ഈ മുരുക്കൊന്ന് നമുക്ക് വെട്ടി നോക്കാം. കുഴപ്പമില്ലേ? കാർഡാണ് ലെഫ്റ്റ് ഹാൻഡ് വെച്ച ആക്സ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. ഒരു ഊക്കം പുഴുവിടെ എന്റെ പൊന്നെ, ഒരു ഊക്കം പുഴു. എന്താ പറയുന്നത്? നീ കണ്ടോട്ടെ ഇങ്ങനത്തെ പുഴു ഇത്രയും വലുത്? അയ്യോ, ഇത്രയും വലിയ പുഴുവാ? എന്റെ ദൈവമേ, വെളിച്ചാണ് എന്നെ പിടിച്ചോ. കടിക്കോടെ ഇത്? എന്തൊരു സാധനോടെ യമണ്ട ഇല്ലേ? എന്റെ പള്ളി മോൻ കണ്ട അതിന്റെ കൈ കൊണ്ട് പിടിച്ചെടു. ചൈനക്കാരാണെങ്കിൽ ഇപ്പൊ തോരൻ വെച്ച് ഇന്നനെയാണോ? ഞാൻ എന്റെ ഇടത് കൈ കൊണ്ട് വെട്ടി സെറ്റ് ആക്കി. ഇവ ഇവിടെ മരം പൊളിച്ചോണ്ടിരിക്കും. ഗായ്സ്, അപ്പൊ ഞാൻ വലത് കൈ ആയതുകൊണ്ട് ഇടത് കൈ ഉപയോഗിക്കണം. എന്റെ ആ ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ പാടായിരുന്നു. നോർമലി ഞാൻ വലത് കൈ വെച്ച് വെട്ടാണെങ്കിൽ ഇതിനെക്കാട്ടി വിറവ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ആൾമോസ്റ്റ് ഓക്കെ ആണ്. ഒരു 50% അകത്തുള്ള ഒരു വഴക്കേ എനിക്കുള്ളൂ. ഓക്കെ, ഒരു 25-30% അത്രയൊക്കെ ഉള്ളൂ. ആ ഒരു വഴക്കവും പിന്നെ കൂടുതൽ എഫേർട്ട് ഇട്ടാണ് ഇത്രയും വെട്ടിയെടുത്ത. ഓൾമോസ്റ്റ് കുഴപ്പമില്ല അല്ലേ? ഞാൻ മരം തൊണ്ടിക്കൊടുത്ത വലിയ ഫാനവാ. ഇതിൽ ഈ മരം മൊത്തം പുഴുവല്ലേ? ഇവിടെ മൊത്തം പുഴു. എടാ, അതിനെ വെട്ടി കളയണ്ട, അതൊക്കെ ജീവിക്കട്ടെ. വേണ്ട വേണ്ട, ചുമ്മാ. ഇവൻ ഈ ജീവികളെ ഉപദ്രവിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നോ? നല്ല ധൈര്യം. ഓക്കെ ഗൈസ്, ബ്രേക്കിംഗ് ന്യൂസ് ഓഫ് ദി ഡേ. നമ്മൾ 24 hours സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. വലത് കഴിച്ച് ഫോൺ ഉപയോഗിക്കാനും വലത് കഴിച്ച് ചോറ് ചെയ്യാനും വലത് കൈ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഇടത് കൈയിലോട്ട് മാറുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ എല്ലാം കുറച്ച് പാടാണ് കൈ. വഴങ്ങി വരുന്ന കൈ വെച്ച് ഒരു കാര്യം ചെയ്തിട്ട് വഴങ്ങി വരാത്ത ഒരു കൈ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ തന്നെയാണ്. പിന്നെ കുഴപ്പമില്ല, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നോർമലി വീട്ടിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അത് മാത്രം ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സംതിങ് എക്സ്ട്രാ അൺബിലീവബിൾ ആയിട്ടുള്ള തിങ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. നമുക്ക് ഇതിന്റെ പാർട്ട് 2 ഇറക്കാം. പിന്നെന്താണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതേപോലുള്ള അടിപൊളി വ്ളോഗിൽ വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.